Hello, good morning. Today we can continue our poem Kubla Khan, and we have already discussed the two stanzas of the poem. Now we have third stanza. The shadow of the dome of the pleasure floated midway on the waves, where was heard the mingled measure from the fountain and the caves. It was a miracle of rare device, a sunny pleasure dome with caves of ice. Now, in this stanza, he tells about the dome of the palace, the shadow of the dome. I have already told you the dome means മേൽക്കൂര അല്ലേ, അതായത് ആ ഒരു പാലസിൻ്റെ ഡൂം എന്ത് ചെയ്യുകയാണ്? ദ ഷാഡോ ഓഫ് ദ ഡൂം ഓഫ് ദ പ്ലഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്ലഷർ ഹൗസ് ഡൂം അല്ലേ. ദ പ്ലഷർ ദിസ് ഹിയർ മീൻസ് ദ പ്ലഷർ ഹൗസ് ഓഫ് ദ കുബ്ല ഖാൻ ആൻഡ് ദ ഡൂം ഓഫ് ദ പ്ലഷർ ഹൗസ് ഓഫ് ദ കുബ്ല ഖാൻ, it cast its shadow or it cast its reflection, floated midway on the waves. That means it cast its reflection on the waves of the sea. Okay, അതായത് the shadow of the dome of the pleasure, that means the dome of the pleasure or the roof of the pleasure house of the Kubla Khan that reflects its shadow on the waves of the sea. Okay, അതായത് കടലിലുള്ള തിരമാലകളിൽ ഇറ്റ് റിഫ്ലെക്ട്സ് ഇറ്റ്സ് ഷാഡോ, ഡൂമിൻ്റെ റിഫ്ലക്ഷൻ വന്ന് പതിക്കുകയാണ്. Where was heard the mingled measure from the fountain and the caves. Where, that means in that place, we hear or the poet heard the blend music of the fountain and river as it flows into the through the caves. അതായത് അവിടെ വെച്ച് ഞാൻ എന്ത് ചെയ്യാണ്? ഐ ഹേർഡ് ദ മിങ്കിൾഡ് മ്യൂഷർ ഓർ ദ മിങ്കിൾഡ് മ്യൂസിക് ഓഫ് ദി ഫൗണ്ടെയിൻ ആൻഡ് ദ റിവർ. അതായത് റിവറിൻ്റെയും റിവർ ഒഴുകി നമ്മുടെ കേവ്സ് എന്നാണ് കൊടുത്തത്. അത് ഉദ്ദേശിച്ചത് നമ്മൾ ആദ്യം പറഞ്ഞില്ല, അവിടെ ഫൗണ്ടെയിൻസ് അല്ലേ, ഫൗണ്ടെയിൻ്റെ ശബ്ദമുണ്ട്. അതേ അവസരത്തിൽ അവിടെ ഒരു സൈക്രഡ് റിവർ ഉണ്ട് പറഞ്ഞില്ലേ. രണ്ടും ഒഴുകുന്നത് എങ്ങോട്ടേക്കാണ്? കേവ്സ്, മെഷർലെസ് ടു മാൻ അല്ലേ. അപ്പോൾ ആ കേവിലേക്ക് ഒഴുകുന്ന ഫൗണ്ടെയിൻ്റെയും റിവറിൻ്റെയും ഒരു മിങ്കിൾഡ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ, രണ്ടിൻ്റെയും മിശ്രിതമായൊരു ശബ്ദം. ഇറ്റ് വാസ് എ മിറാക്കിൾ ഓഫ് റെയർ ഡിവൈസ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇറ്റ് മീൻസ് ദ ബിൽഡിംഗ് അല്ലേ. ആദ്യം പറഞ്ഞു അവിടെ നിന്ന്, ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് നമുക്കിത് കേൾക്കാൻ പറ്റും, ഈ ഒരു മിങ്കിൾഡ് സൗണ്ട് ഓഫ് ദ റിവർ ആൻഡ് fountain, and it means this building was a marvelous or a work of marvelous art. പിന്നെ അതിനെക്കുറിച്ച് പറയുകയാണ്, it was a miracle of rare device. It means this building, this palace is a miracle of the rare device. എന്ന് പറഞ്ഞാൽ എന്താണ്? It was the miracle or it was really a work of marvelous art അല്ലേ. ഒരു അത്ഭുതമായ ഒരു ആർട്ടാണ് അല്ലേ. എന്താണ്? ദാറ്റ് സർപാസിങ് ദ ബ്യൂട്ടി ആണ്, അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് എ റെയർ തിങ് ആണ്, വളരെ അപൂർവമായിട്ടുള്ള ഒന്നാണ്. ഇറ്റ് വാസ് എ മിറാക്കിൾ ഓഫ് റെയർ ഡിവൈസ് ആൻഡ് എ സണ്ണി പ്ലഷർ ഡൂം വിത്ത് കേവ്സ് ഓഫ് ഐസ്. അദ്ദേഹം ഇവിടെ നല്ലൊരു കമ്പാരിസൺ ആണ് നടത്തുന്നത്. സണ്ണി പ്ലഷർ ഡൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് മീൻസ് ദ ഡൂം ഓഫ് ദി പാലസ് is here, the dome of the palace is bright and warm with the sunlight ആണ് അല്ലേ. അതായത് സണ്ണി പ്ലഷർ ഡൂം എന്നുണ്ട്. സണ്ണി മീൻസ് അവിടെ എന്താ ഉദ്ദേശിച്ചത്? സണ്ണി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലിറ്റ് അപ്പ് ബൈ ദ സൺ ആണ് അല്ലേ, അതായത് സൂര്യപ്രകാശം തട്ടുന്ന. പ്ലഷർ ഡൂം, ഇവിടെ പ്ലഷർ ഡൂം മീൻസ് പ്ലഷർ ഹൗസ് ഡൂം ആണ്. അപ്പം പറയുന്നത് എന്താണ്? സണ്ണി പ്ലഷർ ഡൂം മീൻസ് ഇറ്റ് ഈസ് ദിസ് ഡൂം ഈസ് ബ്രൈറ്റ് ആൻഡ് വാം വിത്ത് സൺലൈറ്റ് ആണ്. എന്നിട്ടോ വിത്ത് കേവ്സ് ഓഫ് ഐസ് എന്നാണ്. വിത്ത് കേവ്സ് ഓഫ് ഐസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ചൂടും തണുപ്പും മിശ്രിതമാണ്. എങ്ങനെയാണ്? അതായത് സൂര്യപ്രകാശം കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്ന ചൂട് വരുന്നു. അതേ അവസരത്തിൽ ഇറ്റ് ഈസ് ദ കേവ്സ് ഓഫ് ഐസ് എന്നാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ്
here really this building is made of marble. Okay, and we know that this marble is very cool and white like ice അല്ലേ. അതായത് the building, as this building is made up of the marble, there will be very cool and also it will be like ice, white like ice ആണ് അല്ലേ. ഐസ് പോലെ വെള്ളാര കല്ലുകൾ കൊണ്ട് പതിച്ചതാണ് ആ പാലസ്. അതുകൊണ്ട് തന്നെ കൂളാണ് അവിടെ അല്ലേ. കേവ്സ് ഓഫ് ഐസ് ആണ്, ഐസുകൾ പോലെ എന്താണ്, കൂളാണ് അവിടെ. അതേ അവസരത്തിൽ ദർ ഈസ് സൺലൈറ്റ് ഇൻ ദാറ്റ് ഡൂം അല്ലേ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് മിക്സ്ചറാണ്, ആ ഒരു സണ്ണി ആൻഡ് ഓൾസോ ഐസി എന്ന് പറയാം അല്ലേ. അതായത് സണ്ണി പ്ലഷർ ഡൂം വിത്ത് കേവ്സ് ഓഫ് ഐസ്, ചൂടും തണുപ്പും നിറഞ്ഞ ഒരു അല്ലേ എന്താ പറയുക, ഒരു മിക്സ്ചറാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ദെൻ ഇൻ ദ ലാസ്റ്റ് സ്റ്റാൻസ നൗ ദ പോയറ്റ് ഹിസ് ടോക്കിംഗ് അബൌട്ട് ഹിസ് വിഷൻ. ദാറ്റ് മീൻസ് എ ഡെംസൽ വിത്ത് എ ഡെൽസിമർ. ഡെംസൽ മീൻസ് എ യങ് ഗേൾ. ഡെൽസിമർ മീൻസ് ഇസ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. And now he says that I had a vision of a young maid. She is playing on her instrument, that is dulcimer. In a vision once I saw. That means here he is talking about the vision that he had in his life. That was a damsel or a young girl with dulcimer or with her musical instrument. And it was an Abyssinian maid, and this dulcimer or a young maid, she is from Abyssinia, and on her dulcimer she played the singing of the Mount Abora. എന്ന് പറഞ്ഞാൽ എന്താ, അദ്ദേഹം പറയുകയാണ്, one day I had a vision about a young girl or a damsel. She was playing with her musical instrument, and this girl is from Abyssinia, and she was singing. She was singing about her native place of the Mount Abora. അതായത് അബിസീനിയൻ ഗേൾ, അവൾ എന്തിനെ കുറിച്ചായിരുന്നു പാടുന്നത്? ഷി വാസ് ടോക്കിംഗ് ഓർ ഷി വാസ് സിംഗിങ് അബൌട്ട് മൗണ്ട് അബോറ. മൗണ്ട് അബോറ ഈസ് എ സിറ്റുവേറ്റഡ് ഇൻ അബിസീനിയ. ഓക്കെ, അതായത് അബോറ എന്ന് പറഞ്ഞ മൗണ്ടെയിൻ. അപ്പോൾ അവൾ എന്ത് ചെയ്യായിരുന്നു? ഷി വാസ് സിംഗിങ് about the native hill of Mount Abora, the romantic charm of her native hill ആണ്. അതായത് മൗണ്ട് അബോറ എന്ന് പറയുന്ന അവളുടെ നാറ്റീവ് ഹില്ലിനെ കുറിച്ചായിരുന്നു ഷി വാസ് സിംഗിങ്. എന്നിട്ടോ could I revive within me her symphony and could I revive within me her symphony and song. Now he confused. എന്താണ്, now the poet wishes whether he can rouse within himself the memory of that music and song, whether I could revive that song and music again, whether I can revive or whether I can remember that symphony and the song of that young girl. Okay, and to such a deep and delight it would win me. എന്ന് പറഞ്ഞാൽ എന്താണ്, it was such a deep things that came to her, that comes to his mind അല്ലേ. അത്രയും ഇറ്റ് വാസ് സച്ച് ആൻ എക്സ്റ്റസി അല്ലേ, അത്രയും എക്സ്റ്റസി ആയിരുന്നു. എന്താണ്, ഇറ്റ് വാസ് സച്ച് എ ഡീപ്പ് ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് സച്ച് എ എക്സ്റ്റസി ദാറ്റ് വുഡ് വിൻ മീ, ദാറ്റ് ഹാസ് വിൻ മീ എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹം പറയുകയാണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ദാറ്റ് സോങ്. ആൻഡ് നൗ ഹി വിഷസ് വെദർ ഐ ക്യാൻ റിവൈവ് വിത്തിൻ മീ ദാറ്റ് സിംഫണി ആൻഡ് ദ സോങ് വൺസ് എഗെയിൻ. എനിക്കൊന്നും കൂടി ആ ഒരു പാട്ടുകളും ആ ഒരു മ്യൂസിക്കും എൻ്റെ ഉള്ളിലേക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അല്ലേ. എന്നിട്ടോ പിന്നെ അദ്ദേഹം പറയുകയാണ്, that with music
loud and long, I would build that doom in air. Then he says that I would build a doom in air. And now he says that with that music, the ക്വാളിറ്റി ഓഫ് ദാറ്റ് മ്യൂസിക് ഈസ് വെരി ലൗഡ് ആൻഡ് ലോങ്. അദ്ദേഹം ആദ്യം പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വിഷൻ ഉണ്ടാവുകയാണ്. അതിലൊരു യങ് ഗേൾ, ഷീസ് ഫ്രം അബിസീനിയ ആൻഡ് ഷി വാസ് പ്ലേയിങ് ഹർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഡെൽസിമർ ആൻഡ് ഷി വാസ് സിംഗിങ് അബൌട്ട് the native hill of Mount Abora, and now he wishes whether he could revive that within him once again its symphony and song. Then he says that with that music, and the quality of that music is very loud and long, he could build that dome in air. എന്ന് പറഞ്ഞാൽ എന്താണ്? I would recreate a new pleasure house in the air by this inspired gift of song എന്നാണ്. അതായത് അദ്ദേഹം പറയുകയാണ്, I would build a dome of this pleasure house in the air with this music, with this inspired gift of music or song. ഈ ഒരു മ്യൂസിക് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു ഇൻസ്പയർഡ് മ്യൂസിക് കൊണ്ട് ഐ വുഡ് ബിൽഡ് എ പ്ലെഷർ ഡൂം ഇൻ എയർ. ഈ ഒരു എയറിൽ ഞാനൊരു പ്ലെഷർ ഡൂം ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് സണ്ണി ഡൂം, ദോസ് കേവ്സ് ഓഫ് ഐസ് ഐ വുഡ് റിക്രിയേറ്റ്, അല്ലേ? While I built this pleasure dome, I will include that marvelous beautiful features of the building. അതിൻ്റെ ആ ഒരു ഫീച്ചർ ഉണ്ടല്ലോ, സണ്ണി പ്ലെഷർ ഡൂം വിത്ത് കേവ്സ് ഓഫ് ഐസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനത് റിക്രിയേറ്റ് ചെയ്യാൻ നോക്കും. എന്ത്? ദാറ്റ് സണ്ണി പ്ലെഷർ ഡൂം ആൻഡ് കേവ്സ് ഓഫ് ഐസ്, അല്ലേ? ഈ ഒരു പാലസ് എയറിൽ ഉണ്ടാക്കുമ്പോൾ, ആ ഡൂം ഉണ്ടാക്കുമ്പോൾ സണ്ണി ഡൂം ആൻഡ് കേവ്സ് ഓഫ് ഐസ് എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യാലിറ്റി ഐ വുഡ് ട്രൈ ടു ഇൻക്ലൂഡ്, അല്ലേ? എന്നിട്ടോ ആൻഡ് ഓൾ ഹൂ ഹേർഡ് ഷുഡ് സീ ദം ദർ ആൻഡ് ഓൾ ഷുഡ് ക്രൈ. പിന്നെ അദ്ദേഹം പറയുകയാണ്, everyone who listened that music will have the vision of that magnificent building in the sky എന്നാണ്. അതായത് all who heard should see them there എന്ന് പറഞ്ഞാൽ all who heard that music, the person, everyone who listened to that music will have a vision of that magnificent building in the sky. അതായത് one who listened that music, that pleasure music or that beautiful music will have the vision of that magnificent building in the sky. അതായത് ആ ഒരു മ്യൂസിക് കേൾക്കുന്ന എല്ലാവർക്കും വിൽ ഹാവ് ദാറ്റ് വിഷൻ, എല്ലാവർക്കും ആ ഒരു വിഷൻ ഉണ്ടാകും. ദ വിഷൻ ഓഫ് ദ മാഗ്നിഫിഷ്യൻറ്റ് ബിൽഡിംഗ് ഇൻ ദ സ്കൈ. ഓക്കെ, അതിൻ്റെ ആ ഒരു മാഗ്നിഫിഷ്യൻറ്റ് വിഷൻ എല്ലാവർക്കും ഉണ്ടാകും ഇൻ ദ സ്കൈ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്താ? ബിവെയർ ബിവെയർ, എന്താ? ടേക്ക് കെയർ ഓഫ് ഹിം, അല്ലേ? അതായത് ടേക്ക് കെയർ ഓഫ് ഹിം, അവനെ പേടിക്കണം. എന്താണ്? ദാറ്റ് മീൻസ് ഹിസ് ഫ്ലാഷിംഗ് ഐസ്, വി ഷുഡ് ബിവെയർ ഓഫ് ഹിസ് ഫ്ലാഷിംഗ് ഓർ ഗ്ലിറ്ററിംഗ് ഐസ് ആൻഡ് ഓൾസോ ഹിസ് ഫ്ലോട്ടിംഗ് ഹെയർ. ഫ്ലോട്ടിംഗ് ഹെയർ മീൻസ് ദ ഹെയർ സ്ട്രീമിങ് ഇൻ ദ വിൻഡ്. ഇങ്ങനെ പാറിപ്പറക്കുന്ന മുടികളും തിളങ്ങുന്ന കണ്ണുകളുമുള്ള അവനെ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? പേടിക്കണം എന്ന് അവർ പറയുമെന്നാണ്. ആരെക്കുറിച്ച്? അതായത് നമ്മുടെ പോയറ്റിനെ കുറിച്ച് അവർ പറയും. അതായത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ആ ഒരു തിളങ്ങുന്ന കണ്ണുകളും അയാളുടെ പറക്കുന്ന മുടികളൊക്കെ എന്ത് ചെയ്യും? വിൽ മേക്ക് എ ഫ്രൈറ്റനിങ് ലുക്ക് ഫോർ ദി ഓൺലുക്കേഴ്സ്. എന്നിട്ടോ വീവ് എ സർക്കിൾ റൗണ്ട് ഹിം ത്രൈസ്. എന്നിട്ടോ ദെൻ they will draw a circle round him 3 times as magic spell so that he may not overstep those bound to do harm to others. എന്ന് പറഞ്ഞാൽ എന്താ? while the people who are watching or who are hearing this music, they will have the vision of that pleasure dome in the sky that was created by our poet,
And maybe the people will say, or people will remark that, beware of that man who is capable of doing the magical spell, and beware of that man, അല്ലേ? We should take care of that men who are a magical or a like witch like figure, അല്ലേ? അതായത് ഈ ഒരു എയറിൽ ഞാൻ ഇങ്ങനെയുള്ളൊരു പാലസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ പറയും അദ്ദേഹത്തെ പേടിക്കണം, കാരണം അദ്ദേഹത്തിനൊരു മാജിക്കൽ പവർ ഉണ്ട്. കാരണം വിത്ത് ഹിസ് ഫ്ലാഷിങ് ഐസ്, അദ്ദേഹത്തിൻ്റെ ആ തിളങ്ങുന്ന കണ്ണുകളിലും അദ്ദേഹത്തിൻ്റെ പറക്കുന്ന മുടികളിലൊക്കെ എന്തുണ്ട്? ഒരു മാജിക് പവർ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. Then they will weave a circle round him thrice. അവരൊക്കെ കൂടി എന്ത് ചെയ്യും? അവൻ്റെ ചുറ്റും weave a circle thrice, 3 times, അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? ടു മേക്ക് ഹിം എ ഹിൻഡ്രൻസ്, ഒരു തടസ്സം വെക്കാൻ വേണ്ടി, അല്ലേ? അല്ലെങ്കിൽ എന്താണ്? ദേ വാണ്ട് ടു സ്റ്റോപ്പ് ഹിം ടു ഡു എനി ഹാം ഫോർ ദം. അവർക്ക് എന്തെങ്കിലും ഒരു ദോഷം ചെയ്യുമോ എന്ന് പേടിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും? ദേ വിൽ ഡ്രോ ദ മാജിക് സർക്കിൾ എറൗണ്ട് ഹിം ടു കീപ് ഹിം സേഫ് ഫ്രം ഹാം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് എന്ത് ചെയ്യും എന്നാണ്? ഒരു 3 വട്ടം അവന് ചുറ്റും എന്ത് ചെയ്യും? സർക്കിൾ വരക്കും, അല്ലേ? എന്നിട്ടോ and close your eyes with holy dread, for he on honey dew hath fed and drunk the milk of paradise. എന്നിട്ടോ പിന്നെ പറയുകയാണ്, maybe when we are looking him, he was closing his eyes with holy dread while we are looking that person. അവിടെ നമ്മുടെ പോയറ്റ് തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ പറയും, അവനെ ഒന്ന് നോക്ക്, he look like a man who possess a divine quality or a divine frenzy, അല്ലേ? എന്നിട്ടോ മേ ബി ഫോർ ഹീ ഓൺ ഹണി ഡ്യൂ ഹാഡ് ഫെഡ്, മേ ബി ദ ഓൺലോക്കേഴ്സ് ഫീൽ ദാറ്റ് he has fed or he fed the honey dew, അല്ലേ? നമ്മളല്ലേ മന്ന, അതായത് ഹെവൻലി മന്ന എന്ന് പറയുമ്പോൾ എന്താ? അതായത് മിൽക്ക് ഓഫ് പാരഡൈസ്, അല്ലേ? ഹെവൻലി ഫുഡാണ് ഹണി ഡ്യൂ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഹെവനിലുള്ള ഭക്ഷണങ്ങളാണ്. അതായത് ഹന്ന ആൻഡ് ഓൾസോ മന്ന ആൻഡ് ഓൾസോ ദ മിൽക്ക് ഓഫ് പാരഡൈസ്. അതായത് ഇവിടെ ജനങ്ങൾ പറയും, അവനെ ശ്രദ്ധിച്ചു നോക്ക്, അവനൊരു ഹെവൻലി ഒരു ഹോളി ഡ്രെഡ് ഉണ്ട്. ഹോളി ഡ്രെഡ് എന്ന് പറഞ്ഞാൽ എ ഹെവൻലി ക്വാളിറ്റി that he had acquired by feeding or by eating honey dew. അതായത് ആസ് ഇഫ് he had fed with honey dew. അത് കാണുമ്പോൾ കാഴ്ചക്കാർക്ക് തോന്നുകയാണ് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വർഗത്തിലുള്ള മന്നയും, ഹണി ഡ്യൂ മീൻസ് മന്നയും അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ മിൽക്ക് ഓഫ് പാരഡൈസും കുടിച്ച് വന്നവനാണ്. അതുകൊണ്ടാണ് ഹി അക്യൂർഡ് ദാറ്റ് ഹെവൻലി ക്വാളിറ്റി. അതുകൊണ്ടാണ് അവനിക്ക് ആ ഒരു ഹോളിനെസ് കിട്ടിയത്, അല്ലേ? എന്നവരിങ്ങനെ ആൾക്കാർക്ക് കാണുമ്പോൾ തോന്നുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്ദേഹം പറയുകയാണ്, എനിക്കൊരു വിഷൻ ഉണ്ടാകുന്നു, ആ വിഷനിൽ ഞാൻ എന്ത് ചെയ്യും? അതിൻ്റെ ഇൻസ്പയർഡ് ആയിക്കൊണ്ട് ഞാൻ ആകാശത്ത് ഇതുപോലെ ഒരു ഡൂം ഉണ്ടാക്കും, വിത്ത് സണ്ണി പ്ലഷർ ഡൂം ആൻഡ് കേവ്സ് ഓഫ് ഐസ്, അല്ലേ? അത് നോക്കുന്ന കാഴ്ചക്കാർ, ഈ ഒരു പാട്ട് കേൾക്കുന്ന കാഴ്ചക്കാരിലും എന്തുണ്ടാക്കും? ആ ഒരു വിഷൻ എയറിലുണ്ടാക്കും. അപ്പോൾ അത് കാണുമ്പോൾ ജനങ്ങൾ പറയും, അദ്ദേഹത്തിനൊരു മാജിക്കൽ സ്പെല്ലുണ്ട്, അദ്ദേഹത്തെ ബിവെയർ ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ഫ്ലാഷിങ് ഐസ് ആൻഡ് ഫ്ലോട്ടിങ് ഹെയർ, അദ്ദേഹത്തിൻ്റെ ഒരു ഒരു എൻചാൻറ്റിങ് പവറാണ്. അങ്ങനെ അവരൊരു സർക്കിൾ അദ്ദേഹത്തിന് ചുറ്റും വരക്കും. എന്നിട്ട് പറയും, അദ്ദേഹത്തിൻ്റെ ക്ലോസ് ഐസ് കണ്ടാൽ നമുക്ക് തോന്നും, അതായത് നമ്മളറിയില്ല ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നവർ എങ്ങനെയായിരിക്കും? കണ്ണുകളൊക്കെ അടച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഹോളിനെസ് കാണാൻ പറ്റും. പിന്നെ പറയും, ആ ഒരു ഹോളിനെസ് എവിടെ നിന്നാണ് കിട്ടിയത്? ബൈ ഈറ്റിംഗ് ഹണി ഡ്യൂ, അല്ലേ? ഹണി ഡ്യൂ, അതായത് സ്വർഗത്തിൻ്റെ മന്നയും പിന്നെ മിൽക്ക് ഓഫ് പാരഡൈസ് കുടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു ഹോളിനെസ് കിട്ടിയത് എന്നൊക്കെ അവരിങ്ങനെ പറയും. അപ്പം നമുക്ക് ഈ പോം വായിക്കുമ്പോൾ നമുക്കറിയാം, ഇറ്റ് ഹാസ് ഓൾറെഡി ടോൾഡ് ദാറ്റ് ഇറ്റ് ഈസ് എ വിഷൻ ഇൻ ഡ്രീം, അല്ലേ? ശരിക്കും നമ്മൾ സ്വപ്നത്തിൽ കണ്ടതാണ് അദ്ദേഹം ഇത്. സത്യത്തിൽ ഇതൊന്നല്ല, ഒരുപാട് കണ്ടിരുന്നു അദ്ദേഹം. പക്ഷേ ഉറക്കെ എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? തൻ്റെ ഒരു ഫ്രണ്ട് വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നു. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ മുറിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതൊരു പകുതിയാണ്, പൂർണ്ണമല്ല, പകുതിയായ ഒരു സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് സംവാട്ട് ഡിഫിക്കൾട്ട്, അല്ലേ? അത് ഒക്വാർഡാണ്, അല്ലേ? നമുക്ക് കുറച്ച് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ് എന്നാണ്. അതുകൊണ്ടാണ് കുബ്ല ഖാൻ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പോയമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.